ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം പടവളങ്ങ നട്ടിട്ട് നിങ്ങളെ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം ബിസി ആയിപ്പോയി. ഞങ്ങൾ പടവളങ്ങയ്ക്ക് പന്തൽ കെട്ടിയേക്കുന്നുണ്ടോ? കണ്ടോ, പന്തൽ കെട്ടിയിട്ടുണ്ട്. പടവളങ്ങയും അതിൻ്റെ ഇടയ്ക്ക് പാവലും കൂടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പന്തൽ കെട്ടിയിരിക്കുക, കണ്ടോ. അപ്പം പടവളങ്ങ നട്ടിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓടി വന്നത്. അപ്പോൾ അതാണ്ട് പടവളങ്ങയൊക്കെ കിളിച്ചിരിക്കുന്ന കാണിക്കുക. ഇത് കണ്ടോ, പടവളങ്ങ വിളിച്ചിരിക്കുന്നുണ്ടോ? ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഉള്ളതാട്ടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിറച്ച് പൂവൊക്കെ നിൽപ്പുണ്ട്. പാവലായിട്ടില്ല, പടവളങ്ങ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനെന്താ വളം ചേർക്കുന്നതെന്ന് പറയാം. അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞങ്ങൾ ഇതിന് ചേർക്കുന്നില്ല. പിന്നെ മീൻ വെട്ടിയ വെള്ളം, പിന്നെ കൊന്നയുടെയൊക്കെ ഇലയൊക്കെ ഇട്ട് കൊടുക്കും, പിന്നെ മുട്ടത്തോട്, പിന്നെന്താ പറയുന്നത്, തേയിലച്ചണ്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഇടുന്നല്ലോ. ആർട്ടിഫിഷ്യലായിട്ടൊക്കെ നമ്മളൊന്നും ഇടുന്നില്ല. പിന്നെ അപ്പുറത്ത് വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് അവരുടെ നിന്ന് ചാണകം മേടിച്ച് അത് പൊടിച്ചിടും. അങ്ങനെ ഒത്തിരി അങ്ങ് ഞാൻ കെയർ ചെയ്തൊന്നുമല്ല ഇത് നടുന്നത്. പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് നടുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് പാവലിൻ്റെ പടവളങ്ങയുടെ പന്തൽ കണ്ടോ. പന്തൽ താണ്ട പടവളങ്ങ കളിച്ചിരിക്കുന്നുണ്ടോ, കണ്ടോ. താണ്ട വേറെ നിൽക്കുന്ന കുറേ പിടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ശരിക്കും കിളിച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് ലൈക്കും കമൻറ്റും തരിക. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം. ഓക്കെ, താങ്ക് യു.